ഇന്നൊരു പായസം ഉണ്ടാക്കിയാലോ? പാലട പായസം അരിപ്പായസം ഒന്നും അല്ല കേട്ടോ. ഇത് ഗോതമ്പ് നുറുക്ക് കൊണ്ട് ഉണ്ടാക്കിയ പായസമാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് പാല് നന്നായിട്ട് കുറുക്കിയെടുക്കാം. നിങ്ങൾക്ക് എത്ര ഗ്ലാസ് പായസമാണോ ആവശ്യം അതിനനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടാം കുറക്കാം. ഞാനിവിടെ 1.5 പാക്കറ്റ് പാലേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ മറ്റൊരു അടുപ്പിൽ ഞാനിതാ നമ്മളുടെ ശർക്കര പാനീയം ആക്കി എടുത്തിട്ടുണ്ട്. ശർക്കര നന്നായിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗോതമ്പ് നുറുക്ക്. ഗോതമ്പ് നുറുക്ക് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് കുറുകി കഴിയുമ്പോൾ നമുക്ക് ശർക്കര പാനീയം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഗോതമ്പ് നുറുക്ക് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ നമ്മുടെ പായസം അത്രയേ ഉള്ളൂ. എളുപ്പപ്പണിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ പായസം കുറുകി കുറുകി വന്നിട്ട് ഭയങ്കര മധുരമുള്ള പായസമൊന്നുമല്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് മധുരം ഇഷ്ടമല്ല പായസത്തിൽ. അപ്പോൾ നമുക്ക് അധികമൊന്നും കുടിക്കാൻ പറ്റില്ല. ഇത് മധുരം കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് നമ്മളുടെ ഡെക്കറേറ്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മളുടെ പായസം സെറ്റാണ്. കുറച്ച് നമ്മളുടെ ഏലക്ക പൊടിച്ചതും പിന്നെ കുറച്ച് നെയ്യും കൂടി ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അടിപൊളി പായസം ഇവിടെ സെറ്റായിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.